ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വിജ്ഞാനമയ കോശമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സംസാര കാരണം വിജ്ഞാനമയ കോശമാണ് എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പഠിച്ചു. പിന്നീട് ചിതാഭാസൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ചിതാഭാസൻ? ആത്മാവിന്റെ പ്രതിബിംബമാണ്. അപ്പൊ വിജ്ഞാനമയത്തിന് മനസ്സിന് അവിടെ ഒരു പ്രത്യേക ശക്തിയുണ്ട്. എന്താണ്? ഒരു തന്മ, അതായത് ആത്മചൈതന്യത്തെ, ആത്മാവിലെ അറിവിനെ പ്രതിബിംബിപ്പിക്കാൻ ഉള്ള കഴിവ്. അപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു പ്രതിബിംബ അറിവ് നമുക്ക് ലഭിക്കും. ആ അറിവിലാണ് നമ്മൾ ഞാൻ 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 എന്ന് അഹങ്കരിച്ചുകൊണ്ട് ഈ ശരീരത്തെയും മനസ്സിനെയും എല്ലാം ചേർത്ത് ഞാൻ എന്ന് വിചാരിക്കുന്ന ആത്മാ എന്ന ആ എന്താ പറയുക, ആ സാക്ഷാൽ അറിവിനെ തിരിച്ചറിയുന്നില്ല എന്ന് പഠിച്ചു. അപ്പൊ വിജ്ഞാനമയത്തെ നേരെയാക്കി അവിടെ ഒരു ചിതാഭാസൻ എന്നൊരു ആഭാസമാണ് സംഭവിച്ചിരിക്കുന്നത്. തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മൾ. യഥാർത്ഥ ആത്മ ചൈതന്യത്തെ തിരിച്ചറിയാതെ പ്രതിബിംബ ചൈതന്യത്തെ ആത്മചൈതന്യം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നു. അതാണ് സംസാര കാരണം എന്ന് പഠിച്ചു. അപ്പോ ഓരോ അറിവ് വരും തോറും ഞാൻ ഞാൻ എന്ന് അഹങ്കരിക്കും. അങ്ങനെ ഞാൻ എന്നുള്ളത് ആത്മാവല്ല, അല്ലാത്ത ഒരു എന്താ പറയുക, സ്ഥൂല ശരീരം കൊണ്ടോ സൂക്ഷ്മ ശരീരം കൊണ്ടോ ഒക്കെ ഞാൻ എന്ന് അഭിമാനിക്കുന്നു. അതാണ് സംസാര കാരണം. അപ്പോൾ ഞാൻ എന്ന അഭിമാനം വരുമ്പോൾ എന്റേത് 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 എന്നുള്ള ചിന്ത കൂടി വരും. അപ്പോൾ സംസാര കാരണം. വീണ്ടും തുടർന്ന് ശങ്കരാചാര്യ സ്വാമികള് വിജ്ഞാനമയ കോശത്തെ കുറിച്ച് ചില വിവരങ്ങൾ കൂടി നമുക്ക് തരുന്നു. എന്താ വെച്ചാൽ വിജ്ഞാനമയ കോശം കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ അദ്ദേഹം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ശ്ലോകം അതാണ്, നോക്കാം. അനാദികലോയമഹം സ്വഭാവോ. അനാദികാലമാണ് ശരിക്കും വേണ്ടത്. അനാദികാലോയമഹം സ്വഭാവോ ജീവസമസ്ത വ്യവഹാരവോഢ കരോതി കർമാണ്യനുപൂർവവാസന പുണ്യാന്യപുണ്യാനി ച തദ്ഫലാനി അനാദികാലോയമഹം സ്വഭാവോ ജീവസമസ്ത വ്യവഹാരവോഢ കരോതി കർമാണ്യനുപൂർവവാസനഃ പുണ്യാന്യപുണ്യാനി ച തദ്ഫലാനി. എന്താ പറയണേ നോക്കാം. അനാദികാല അയം അഹം സ്വഭാവഃ. അനാദികാലോയമഹം സ്വഭാവോ. അനാദികാലഃ അയം അഹം സ്വഭാവഃ എന്നുള്ളതാണ് അതിന്റെ പിരിച്ചു പറയുമ്പോൾ. അപ്പോ ഞാനല്ലാത്ത ശരീരത്തെ ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എത്ര കാലമായി എന്ന് ഒരു നിശ്ചയമില്ല. എത്രയോ കാലമായി, അനാദിയാണ്, കണക്കാക്കാൻ പറ്റാത്തത്രത്തോളം കാലമായിട്ടും ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ വീണ്ടും 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 ജന്മമെടുത്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എല്ലാ ജന്മങ്ങളിലും ഇങ്ങനെ അന്വേഷിക്കുമായിരിക്കാം. അന്വേഷിച്ച് ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് വന്ന് ഈ ജന്മത്തിൽ നമ്മളിപ്പോ ശങ്കരാചാര്യ സ്വാമികളുടെ വിവേക ചൂടാമണി മനസ്സിലാക്കാനുള്ള അത്രയും വരെ ഒരു സൗഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോ അഹം എന്നുള്ളതിനെ തിരിച്ചറിയാനായിട്ട്, യഥാർത്ഥ അഹം എന്താണ്, നമ്മൾ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്ന അഹം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു സമയം ഇപ്പോൾ ആഗതമായിരിക്കുന്നു. ഇപ്പോഴേ ആയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. എത്രയോ ജന്മങ്ങൾ കടന്നു വന്ന് ഇപ്പോഴാണ് അതായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഇതിൽ കൂടി കടന്നു പോകുന്നു. അപ്പോ ശങ്കരാചാര്യ സ്വാമികളുടെ ഉപദേശം നമുക്ക് ലഭിക്കുന്നു. ഞാനല്ലാതെ ശരീരത്തെ
ഞാനല്ലാത്ത ശരീരത്തെ ഞാൻ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര കാലമായിട്ടാണ്? എന്നാൽ അനാദികാലഹ, കണക്കാക്കാൻ പറ്റാത്ത കാലം മുതൽ അഹം സ്വഭാവ, ഞാൻ എന്ന വിചാരം എന്റെ കൂടെ ഉണ്ട്. ഇനിയോ സ്വഭാവോ ജീവ സമസ്ത വ്യവഹാരവോഢ, സമസ്ത വ്യവഹാരവോഢ. ഓഢ എന്ന് പറഞ്ഞാൽ നടത്തുന്ന, ചെയ്യുന്ന ആള്. ആരാണ്? സമസ്ത വ്യവഹാര, എല്ലാ പ്രവൃത്തികളും, സമസ്ത വ്യവഹാരം, സകല പ്രവൃത്തികളും ചെയ്യുന്ന ആര്? ജീവൻ. സമസ്ത വ്യവഹാരവോഢ ജീവ. ഈ ജീവൻ എങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക? ഞാൻ 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 എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥ ആത്മാവിനെയല്ല, ഈ വിജ്ഞാനമയ കോശത്തിലിരുന്നു കൊണ്ട് ഞാൻ എന്ന് വിചാരിച്ചു. ഒരു ഓഫീസില് മാനേജർ ഇല്ലെങ്കിൽ ആരാണ് കൺട്രോൾ ചെയ്യുക അവിടുത്തെ കാര്യങ്ങളൊക്കെ? ഓരോരുത്തർ അവനവന് ഇഷ്ടമുള്ളത് ചെയ്താൽ പറ്റുമോ? ഓരോ സീറ്റിലുള്ളവരും അവനവന് ഇഷ്ടമുള്ളത് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക, ആരും കൺട്രോൾ ചെയ്യാനില്ല എന്ന് വരികിൽ എന്താകും? അവിടെ എല്ലാം മൊത്തത്തിൽ കാര്യങ്ങൾ തകരാറാണ്. അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങളും അവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചാൽ, കണ്ണിന്റെ ഇഷ്ടം പോലെ തോന്നുന്നതൊക്കെ നോക്കി നടക്കുക, അങ്ങനെയാണെങ്കിലോ ബുദ്ധിമുട്ടാകും. ചെവി വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കേൾക്കാൻ താല്പര്യം കാണിച്ചുകൊണ്ട് ചെവിയുടെ ഇഷ്ടം പോലെ ചെവി പ്രവർത്തിക്കുക, അങ്ങനെയാണെങ്കിലോ അത് ബുദ്ധിമുട്ടാവും. കയ്യകാലം അല്ലാതെ ഓരോരുത്തരും സ്വതന്ത്രമായിട്ട് ഇന്ദ്രിയങ്ങൾ അവരുടെ ഇഷ്ടം പോലെ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടായി തീരും. അങ്ങനെ പറ്റില്ല. അപ്പൊ അവരെ നിയന്ത്രിച്ച് ജോലി ചെയ്യിക്കുന്ന ഒരാൾ വേണം. ആരാണ് അവരെ നിയന്ത്രിച്ച് ജോലി ചെയ്യിക്കുന്ന ഒരാള്? അയാളാണ് ഈ വിജ്ഞാനമയ കോശം. ആ വിജ്ഞാനമയ കോശം അവരെ നിയന്ത്രിക്കും. വിജ്ഞാനമയ കോശം അവരോട് പറയും ഇന്നത് കാണണം, ഇന്നത് കാണണ്ട, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യേണ്ട, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും വിജ്ഞാനമയ കോശം. അവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ വിടത്തില്ല ഇന്ദ്രിയങ്ങളെ. വിജ്ഞാനമയത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? നമ്മള് നിശ്ചയം ചെയ്യുന്ന ബുദ്ധി അവിടെ ഉണ്ട്, മനസ്സും നിശ്ചയം ചെയ്യുന്ന ബുദ്ധി അവിടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ അവിടെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ന കാര്യം ചെയ്യണമെന്ന് തീരുമാനമെടുക്കുന്ന ആളാണ്. അതിനാൽ വിജ്ഞാനമയ കോശത്തെ അഹങ്കാരം എന്ന് പറയാം. ഞാനത് ചെയ്യണം, ഞാൻ ഇത് ചെയ്യണ്ട എന്ന് തീരുമാനമെടുക്കുന്നത് അഹങ്കാരമാണ്. അവിടെ വിജ്ഞാനമയ കോശത്തെ അഹങ്കാരം എന്ന് പറയാം. പിന്നെയോ കരോതി കർമാണി അപി കർമാണ്യപ്യനുപൂർവവാസന. അപ്പൊ എന്താണ് പറയുന്നത്? കരോതി കർമാണി അപി പൂർവവാസന. എല്ലാ പ്രവൃത്തികളെയും ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ലേ? നേരത്തെ പറഞ്ഞു സമസ്ത വ്യവഹാരം, എല്ലാ പ്രവൃത്തികളെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നോക്കുമ്പോ പല ആൾക്കാരും പല പ്രവൃത്തികളാണ് ചെയ്യുന്നത്. മാത്രമല്ല ഓരോരുത്തർക്കും ഇഷ്ടവും ഓരോന്നാണ്. എല്ലാവർക്കും ഒരേ ജോലി ചെയ്യാനല്ല ഇഷ്ടം. പലർക്കും പല ജോലി ചെയ്യാനാണ് ഇഷ്ടം. പലർക്കും പല കലകളാണ് ഇഷ്ടം, ഇല്ലേ? കലാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ചിത്രരചനയായിരിക്കും ഏറ്റവും ഇഷ്ടം. അവർക്ക് അതിലായിരിക്കും അവരുടെ സർവ്വ സമയം ചെലവഴിക്കുന്നതും എല്ലാം തന്നെ. ഈവൻ അതിനകത്തൊരു സമ്പാദ്യം പോലും വേണമെന്ന് അവർക്ക് തോന്നില്ല, ചിത്രരചന. അതേമാതിരി പാട്ട് പാടുന്നവര്, സംഗീതമാണ് അവരുടെ എല്ലാം അവർക്ക് സംഗീതമാണ്. അങ്ങനെ ഇപ്പോ IT പ്രൊഫഷണൽസും ഉണ്ട്, അവർക്ക് എല്ലാം IT ഫീൽഡാണ്. അതേമാതിരി എഞ്ചിനീയറിംഗ് ചെയ്യുന്നവർക്ക് അവർക്ക് എല്ലാം അത് തന്നെ, ഗവേഷണം ചെയ്യുന്നവർക്ക് ഗവേഷണങ്ങൾ തന്നെ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അവനവന്റെ ആ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടങ്ങളും അവനവൻ സംതൃപ്തി കാണുന്ന ഭാഗവും ഇരിക്കുന്നു. ഇതെങ്ങനെയാ അങ്ങനെ സംഭവിക്കുന്നേ? അതിനുള്ള മറുപടിയാണ് ഇവിടെ പറഞ്ഞത്. പൂർവ കർമ്മ വാസന, പൂർവജന്മ വാസന. ആ പൂർവജന്മത്തില് ഉള്ള വാസനകൾ അതെന്താണോ ആ സമയത്ത് കൂടുതലായിട്ട് സ്വാധീനിച്ചിരിക്കുന്നേ, ആ വാസനകൾ അനുസരിച്ചായിരിക്കും ഈ ജന്മത്തിലെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനനം കിട്ടുന്നത്. അപ്പോ കഴിഞ്ഞ ജന്മത്തില് ഒരാള് ധാരാളം സംഗീതം പഠിച്ചു, ഒരുപാട് പ്രശസ്തി ആഗ്രഹിച്ചു, ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. പക്ഷെ അതിനും മുമ്പുള്ള കർമ്മത്തിന്റെ ഫലമനുസരിച്ച് പുണ്യം കുറവായതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ നല്ല പേരും പ്രശസ്തിയും കിട്ടിയില്ല. അതേസമയം നല്ല അറിവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ അങ്ങേരുടെ ആഗ്രഹം മുഴുവൻ എന്റെ ജീവിതത്തിൽ ഇത് സാധിച്ചില്ലല്ലോ, എനിക്കൊരു ഉയർച്ച കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു വിചാരത്തിലാണ് ശരീരം വിടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മറ്റു സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്, ആരെയും ഉപദ്രവിച്ചിട്ടില്ല.
പുണ്യം ധാരാളം ചെയ്തിട്ടുണ്ട് എങ്കിൽ അടുത്ത ജന്മത്തില് ആ പുണ്യം കൊണ്ട്, ആഗ്രഹവും കൊണ്ട്, അറിവും കഴിഞ്ഞ ജന്മത്തിൽ നേടിയതുകൊണ്ട് ഈ ജന്മം നല്ല ഒരു സംഗീതജ്ഞനായിട്ട് തന്നെ ജനിക്കും. കൊച്ചിലെ തൊട്ട് തന്നെ അതിന്റെ വെളിപ്പെടുത്തല്, കൊച്ചിലെ തൊട്ട് തന്നെ ആ നൈസർഗിക കഴിവുകൾ പുറത്ത് കാണാൻ തുടങ്ങും. അങ്ങനെ പെട്ടെന്ന് പേരും പ്രശസ്തിയിലേക്കും ഉയരും. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം കുഞ്ഞുങ്ങള് ഇല്ലേ, ചെറിയ പ്രായത്തില്. ആ പ്രായത്തിൽ എങ്ങനെ അവർക്കൊക്കെ പഠിക്കാൻ പറ്റുക? പഠിക്കാനേ പറ്റില്ല. പഠിച്ചിട്ടല്ല അതൊന്നും, അത് ഉള്ളിൽ നിന്ന് തനിയെ വരുന്നതാണ്. ഭഗവാന്റെ വിഭൂതിയായിട്ട് അവരിൽ കൂടി വരുന്നതാണ്. ആ വിഭൂതി എവിടെ എങ്ങനെ ഉണ്ടായി? ആ വിഭൂതി ഉണ്ടായത് അവരുടെ പൂർവ്വജന്മ വാസനകളും പൂർവ്വജന്മത്തിലെ പുണ്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് അത് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ജന്മമെങ്കിലും ആ ആഗ്രഹം സഫലീകരിക്കത്തക്കവണ്ണം അവർ മുന്നോട്ട് വരും. കാരണം പുണ്യവും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പുണ്യമില്ലെങ്കിൽ സംഭവിക്കത്തില്ല. പുണ്യവും ആഗ്രഹവും പുണ്യവും കൂടെ ചേർന്ന് വന്നാലേ അത് സംഭവിക്കുള്ളൂ. അപ്പൊ പൂർവജന്മ കർമ്മ വാസനകളാണ് ഇപ്പോൾ ഈ പ്രവൃത്തികൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. പൂർവജന്മവാസനകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൂർവജന്മവാസന എന്നുള്ളത് വളരെയധികം ശക്തമായതാണ്. അതില്ലെന്നൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നോക്കിയറിയാം, ഡൈവേഴ്സിറ്റി എന്നതിന്റെ കാരണം. ഓരോരുത്തർക്കും ഓരോന്നും ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ളതല്ല വേറൊരാൾക്ക് ഇഷ്ടം. അയാളുടെ പൂർവ്വജന്മത്തിലുള്ള രീതി അനുസരിച്ചാണ് ആ ഇഷ്ടം വരിക. അപ്പൊ ഈ പ്രവൃത്തികള് രണ്ടു തരത്തിലുണ്ട്, നല്ലതുകൊണ്ട് ചീത്തയുണ്ട് അല്ലെ. രണ്ട് വാസനകളും വരാം, നല്ലതും വരാം ചീത്തയും വരാം. അപ്പോ രണ്ടു വിധം പ്രവൃത്തികളുണ്ട്, നല്ലതാണ് ചീത്തയുമാണ്, രണ്ടും ഉണ്ടാവും. അതാണ് പിന്നത്തെ വരിയിൽ പറഞ്ഞ് കരോതി കർമാണ്യനുപൂർവവാസന പുണ്യാന്യപുണ്യാനി ജഗത്ഫലാനി പുണ്യാനി അപുണ്യാനി ച തത്ഫലാനി. പുണ്യാനി അപുണ്യാനി രണ്ടും പറയുന്നുണ്ട്. പുണ്യം ലഭിക്കുന്നതും പാപം വരുത്തുന്നതും. പുണ്യാനി പുണ്യം ലഭിക്കുന്നത്, പുണ്യത്തിന്റെ ഫലം എന്താണ്? സുഖം. അപുണ്യാനി പാപം വരുത്തുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങളും ചെയ്ത് കാണും. പാപജനകമായിട്ടുള്ള കർമ്മങ്ങൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവരുടെ തട്ടിപ്പറിക്കുക, മോഷ്ടിക്കുക, ഇങ്ങനെ ഒരുപാട് പാപങ്ങളും ചെയ്ത് കാണും. ചിലപ്പോ ആ പാപം ചെയ്താൽ അതിന്റെ ഫലവും അനുഭവിക്കണ്ടേ? അതും ഇവിടെ പൂർവ്വവാസനയിൽ കൂടി തന്നെ വരും. വീണ്ടും ചിലപ്പോ ആ വാസന തന്നെ ഉള്ളിൽ ഉണ്ടാവും, പോയി കാണില്ല. അങ്ങനെ തന്നെ മരിക്കുമ്പോ അങ്ങനെ തന്നെ ആ വാസനയും അവിടെ കിടക്കും. അപ്പോ പാപവും പുണ്യവും ചെയ്യുന്നത് ആത്മാ എന്ന് പറഞ്ഞ് ഞാനല്ല എന്നും പറയുന്ന ഒരു കൂട്ടരുണ്ട്. ഇതെല്ലാം ആത്മാ അങ്ങനെ ചെയ്തു പോകുന്നല്ലേ. ഞാൻ അങ്ങനെയല്ല. ആത്മാ ഇതൊക്കെ സാക്ഷി മാത്രമാണ്. ആത്മാ ഇതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ചെയ്യുന്ന ആള് ഈ പ്രതിബിംബമായിട്ട് വന്ന ജീവനാണ്. പ്രതിബിംബമാത്മാ ഇതെല്ലാം ചെയ്യുന്നത്. പ്രതിബിംബം ഞാൻ എന്നങ്ങോട്ട് സ്വയം തീരുമാനിച്ച്, ഞാൻ തന്നെ ആത്മാ എന്ന് സ്വയം തീരുമാനിച്ച് ഈ പ്രതിബിംബം, ഞാൻ, ഈ ജീവൻ, പ്രതിബിംബമാണ് ജീവൻ, ഇതെല്ലാം ചെയ്യുക. അപ്പോ എന്നിട്ട് പറയുന്നത് എന്താ? ഞാൻ ആത്മാവാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ആത്മാവല്ലാത്ത എന്നെ ആത്മാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ചെയ്യുന്ന ആത്മാവാണ്, പുണ്യവും പാപവും ഒക്കെ ചെയ്യുന്ന ആത്മാവാണ് എന്ന് പറയുന്ന കൂട്ടരുണ്ട്, ധാരാളം ഉണ്ട് അങ്ങനെയുള്ളത്. ഞാൻ എന്നാ ചെയ്യാനാണ്? ഞാൻ തന്നെ ചെയ്യുന്നേ. എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതല്ലേ. എന്നെ കൊണ്ട് ചെയ്യുന്നത് എന്റെ കർമ്മമാണ് ചെയ്യിക്കുന്നത്, വേറെ ആരുടെയും കർമ്മം കൊണ്ടൊന്നല്ല ചെയ്യിക്കുന്നത്. അവനവൻ തന്നെയാണ്. അവനവനതിൽ നിന്ന് മാറാനും പറ്റും. അത് മനുഷ്യന് മാത്രമേ കഴിവ് കൊടുത്തിട്ടുള്ളൂ മാറാൻ. അതിന് ശാസ്ത്രം പഠിക്കണം. ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മാറാൻ പറ്റും എന്നുള്ളത് അറിയാം. ചീത്ത വാസനകൾ വരുമ്പോൾ അതിൽ നിന്ന് പോകാനായിട്ട് എത്രയോ കുഞ്ഞിലെ തൊട്ട് തന്നെ ഇതിനാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്തെങ്കിലും പൂർവ്വജന്മമായിട്ടുള്ള വാസനകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ടാണ് നാമജപം ചെയ്യിക്കുന്നത്. കുട്ടികളെ കൊണ്ട് നമഃശിവായ ജപിക്കുക, വൈകുന്നേരം പറ്റുന്ന സമയം അവരെ കൊണ്ട് അമ്പല ദർശനം കാര്യങ്ങളൊക്കെ നടത്തുക, ദാനധർമാദികൾ ചെയ്യിക്കുക, കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുക. അപ്പൊ ആ മനസ്സില് കൊടുക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, അനുകമ്പ, ദയ, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ പൂർവ്വജന്മവാസനയായിട്ട് സ്വല്പം മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ മുകളിലേക്ക് ഇപ്പോൾ ഇത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പരിവർത്തനം ചെയ്യാനുള്ള കഴിവ് മനുഷ്യന്റെ മനസ്സിന് മാത്രമേ ഈശ്വരൻ കൊടുത്തിട്ടുള്ളൂ. മറ്റുള്ള ജീവികൾക്കൊന്നും അത് കൊടുത്തിട്ടില്ല. മനുഷ്യന് സ്വയം പരിവർത്തനം നടത്താനുള്ള ശക്തി കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. അതിനുള്ള വഴികൾ ശാസ്ത്രത്തിൽ ഇഷ്ടം പോലെയുണ്ട്. പല 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 സാധനങ്ങൾ, പലതരത്തിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യജന്മം ശ്രേഷ്ഠമായതും മനുഷ്യജന്മം കൊണ്ട് മാത്രമേ മോക്ഷപദത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ
ജ്ഞാനം നേടാൻ പറ്റുള്ളൂ, വൈരാഗ്യം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞതിന്റെ കാരണം. അപ്പൊ പാപവും പുണ്യവും ചെയ്യുന്നത് ആത്മാവല്ല, ഈ ജീവനാണ്, ഈ ചിദാഭാസനാണ്, ഈ വിജ്ഞാനമയ കോശം ആണ്. അപ്പൊ ആരാ അങ്ങനെ പറയുന്നത്? വിജ്ഞാനമയ കോശം അങ്ങനെ പറയുന്നത്. ആത്മാവാണിത് ചെയ്യുന്നതെന്ന് പറയുന്നത് വിജ്ഞാനമയ കോശമാണ്. കാരണം അവിടെ അഹങ്കാരമുണ്ട്, അഹങ്കാരമാണ് പറയുന്നത്. അപ്പൊ തെറ്റായിട്ട് ആ വിജ്ഞാനമയ കോശം തന്നെ ഇത് ചെയ്യും, എന്നിട്ട് സ്വയം പറയും ആത്മാവാണ് ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യാനാണ്? അങ്ങനെയല്ല. തത്ഫലാനി, അതായത് ഈ പാപപുണ്യ ഫലങ്ങളെ പറയാണ്. ആ പാപപുണ്യഫലങ്ങളെ അനാദി കാലോയമഹം സ്വഭാവോ ജീവസമസ്ത വ്യവഹാരവോട കരോതി കർമാണ്യന് പൂർവവാസന പുണ്യാന്ന പുണ്യാനി ഫലാനി. അവിടെ മുഴുവനാകുന്നില്ല ശ്ലോകം, അടുത്ത ശ്ലോകത്തിൽ അതിന്റെ ബാക്കി പറയുന്നുണ്ട്. ഈ ആ ഫലങ്ങളെ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. തൽഫലാനി എന്ന് പറഞ്ഞിട്ട് ബാക്കി അടുത്ത ശ്ലോകത്തിലോട്ടാണ് വരുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഇവിടെ ഒന്നുകൂടെ നോക്കാം. മനോമയം വളരെ ബലമുള്ളതാണ്, വിജ്ഞാനമയം അതിലും ശക്തമായതാണ്. ചില സമയം വിജ്ഞാനമയത്തിലെ അറിവ് കൊണ്ട് മനസ്സിനെ അടക്കാൻ കഴിയും. അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വിജ്ഞാനമയത്തിലെ അറിവുകൾ കൊണ്ട് മനസ്സിനെ അടക്കി നിർത്താനും കഴിയും. ആർക്കാണോ ബലം അയാൾ ജയിക്കും. വിജ്ഞാനമയം ബലവാനെങ്കിൽ മനസ്സ് അതിൻ്റെ ഇഷ്ടം പോലെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കും. വിജ്ഞാനമയത്തിന്റെ ബലമനുസരിച്ച് മനസ്സിനെ ഒതുക്കി നിർത്താൻ സാധിക്കും. മനോമയവും വിജ്ഞാനമയവുമാണ് നമുക്ക് സങ്കടം തരുന്നത്. ഇവർ രണ്ടുപേരും കൂടി സങ്കടം ഉണ്ടാക്കി തരുന്നത്. സങ്കടം ഉണ്ടാവേണ്ട കാര്യമില്ല, പക്ഷെ ഇവർ രണ്ടുപേരും കൂടെയാണ് സങ്കടം ഉണ്ടാക്കുന്നത്. എങ്ങനെയെന്നാൽ ആഴ്ന്ന ഉറക്കത്തിൽ ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുന്നില്ല. ആഴ്ന്ന ഉറക്കത്തില് മനോമയ കോശവും വിജ്ഞാനമയ കോശവും പ്രവർത്തിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളെല്ലാം അവർ തളച്ചിട്ടിരിക്കുകയാണ്, എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്നു, ആരും ഒന്നും ചെയ്യുന്നില്ല. സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ്, സന്തോഷത്തോടു കൂടി ഉറങ്ങുന്നു, സുഖമായിട്ട് ഉറങ്ങുന്നു. പിന്നെ ഉണരുമ്പോ ആരാണ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്? ഒട്ടനെ മനസ്സും അറിവും. വിജ്ഞാനമയം ഉണർന്നു കഴിയുമ്പോൾ മനസ്സും അറിവുമാണ് പിന്നെ പാടുപെടുത്തും നമ്മളെ, അല്ലേ? ഉണർന്നു കഴിഞ്ഞാൽ പെടാപ്പാടായി, ബോധം വന്നാ പെടാപ്പാടായി, ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പെട്ടു. അന്നേരം ഇവര് പ്രവർത്തിക്കാൻ തുടങ്ങും. മനസ്സും ചിന്തകളുടെ ഒരു കൂട്ടം ചിന്തകൾ അങ്ങോട്ട് വരും. വിജ്ഞാനമയം അവന്റെ അറിവനുസരിച്ചുള്ളതെല്ലാം പറയും, അഹം കൂട്ടി കൂട്ടി പറയും. അറിവനുസരിച്ച് അഹങ്കാരം കൂടും, അതനുസരിച്ച് ഞാൻ 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 എന്നങ്ങോട്ട് കയറി വരും. എല്ലാം കൂടെ മൊത്തത്തില് ബുദ്ധിമുട്ടായി തീരും, സംസാര സാഗരത്തിനകത്തുള്ള നീന്തലാവും. പിന്നെ വീണ്ടും എന്തുണ്ടാവും? രാത്രി ആകുമ്പോഴത്തേക്കും ഒരു പരുവമായി, അങ്ങനെ റെസ്റ്റ് എടുത്ത് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങും. അപ്പൊ ഇവരൊക്കെ അടങ്ങിയിരിക്കും, ഉറങ്ങിക്കോട്ടെ എന്ന് ഇരിക്കും, നല്ല സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങും. വീണ്ടും രാവിലെ എണീക്കുമ്പോ പണി തരും, ഉടനെ പണി തുടങ്ങും. അപ്പോ അവിടെയാണ് ശാസ്ത്രം പറഞ്ഞു തരുന്നത്, ഈ മനസ്സും അറിവും അല്ല യഥാർത്ഥ നീ. ഈ മനസ്സുമല്ല, ഈ അറിവുമല്ല നീ. നീ ആത്മായാണ്, ആനന്ദസ്വരൂപനാണ്, സ്വയം ജ്യോതിസാണ്. ഒന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല ആനന്ദത്തിന്. നിത്യനാണ്, ശുദ്ധനാണ്, സച്ചിത് ആനന്ദമാണ്. ഇതാണ് യഥാർത്ഥ നമ്മുടെ സ്വരൂപം. നമ്മൾ വിജ്ഞാനമയ ആദ്യം അന്നമയത്തിൽ പറഞ്ഞു, അവിടെ നിന്നൊക്കെ ഒരു കണക്കിന് രക്ഷപ്പെട്ടു. പിന്നെ പ്രാണമയം അതിൽ നിന്നും രക്ഷപ്പെട്ടു വന്നു, അതൊന്നും അല്ല എന്ന് മനസ്സിലായി. പിന്നെ മനോമയത്തിൽ കുറെ കാലം കിടന്ന് മനസ്സാണ്. മനസ്സിലാണല്ലോ എല്ലാം ഉണ്ടാകും. അപ്പൊ ഞാൻ മനസ്സാണ്, എല്ലാം മനസ്സിലാണ്, അത് ഞാൻ മനസ്സാണ് അങ്ങനെ വിചാരിച്ചു. പിന്നെയും ആചാര്യസ്വാമികളുടെ പുസ്തകമൊക്കെ വായിച്ച് കുറെ മുന്നുപദേശങ്ങളൊക്കെ കേട്ട് ഒന്ന് വിജ്ഞാനമയത്തിൽ മനസ്സല്ല അറിവ്. ഞാൻ എല്ലാം അറിയുന്നുണ്ടല്ലോ, എനിക്കെല്ലാം അറിയാമല്ലോ, ഈ അറിവ് ആണ് ഞാൻ ഇത് തന്നെയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഈ അറിവാണ്, ഈ അറിവ് സ്വരൂപമാണ്. പക്ഷെ യഥാർത്ഥ അറിവ് സ്വരൂപമല്ലത്. ഇപ്പൊ കിട്ടുന്ന അറിവ് ആത്മാവിന്റെ അറിവിന്റെ ഒരു ചെറിയ കണിക. കാരണം ഒരു പ്രതിബിംബിപ്പിക്കാനുള്ള കഴിവ് ഈ മനസ്സിനുള്ളത് കൊണ്ട് ഈ മനസ്സ് ചെറുതായിട്ട് പ്രതിബിംബിക്കുന്ന ഒരു അറിവ്, ആത്മാവിനെ പ്രതിബിംബിക്കുന്ന ചെറിയൊരു അറിവ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ അത് വെച്ചിട്ട് എന്ത് വിചാരിക്കുന്നു? ഞാൻ തന്നെയാണ് ആത്മാ എന്ന് നമ്മൾ വിചാരിക്കും. എന്നിട്ട് ഞാൻ 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 എന്ന് പറയും. അപ്പൊ യഥാർത്ഥ ഞാൻ അതല്ല.
അതറിയാനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. യഥാർത്ഥ ഞാൻ അതല്ല, ഇത് എന്റെ വിജ്ഞാനമയ കോശത്തിൽ എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു പ്രതിബിംബമാണ് ഇപ്പോ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യഥാർത്ഥ ഞാനല്ല. അപ്പൊ ഈ പ്രതിബിംബം ഇല്ലാതെ കണ്ട് ആകണമെങ്കിൽ ആ പ്രതിബിംബിക്കുന്ന പ്രതലം ഇല്ലാണ്ടാകണം. അപ്പോ മനസ്സിനെ അടക്കി, അതിനാണ് സാധനങ്ങളെല്ലാം പറഞ്ഞ്, എല്ലാ സാധനങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രതിബിംബ പരിപാടി അവിടെ ഉണ്ടാകത്തില്ല, മനസ്സവിടെ ഉണ്ടാവില്ല. മനസ്സ് കാണിച്ചു കൊടുത്താലേ പ്രതിബിംബിക്കാൻ പറ്റുള്ളൂ. അപ്പോ മാത്രമല്ല തിരിച്ചറിവുണ്ടാവുമല്ലോ, പ്രതിബിംബമാണെന്ന് തിരിച്ചറിയുമ്പോൾ പ്രതിബിംബത്തിന്റെ പുറകെ പോകത്തില്ല. മനസ്സ് തോന്നിയ മാതിരി ചിന്തിക്കുമ്പോൾ അതിന്റെ പുറകെ പോവില്ല. അങ്ങനെ പോണ്ട മനസ്സെന്ന് പറഞ്ഞെങ്കിൽ തിരിച്ചു കൊണ്ടുവരും. പറ്റാത്ത കാര്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കില്ല. യഥാർത്ഥ ഞാൻ, എന്റെ യഥാർത്ഥ തത്വത്തെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ വേറെ വഴിക്ക് കൊണ്ടുപോകണ്ട, ഞാൻ ഈ വഴിക്ക് വരില്ല. എന്റെ യഥാർത്ഥ സ്വരൂപം എനിക്കറിയണം. ഞാൻ അഹങ്കാരമല്ല, ഞാൻ ബുദ്ധിയല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ചിത്തമല്ല, ഇതൊന്നുമല്ല ഞാൻ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, ഒന്നിനെ കുറിച്ചും ഒരു മറിയുമില്ലാത്ത, എന്റേത് എന്നുള്ള യാതൊരു വിചാരവുമില്ലാത്ത, സർവവ്യാപിയായ, എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയാണ് ഞാൻ എന്ന് തിരിച്ചറിയും. അറിയും എന്നുള്ള ഉറപ്പല്ലേ? അതിലെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എത്രയോ വേദാന്ത ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, പറ്റും 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 പറ്റും. അതിനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ അങ്ങനെ ശാസ്ത്രം പറഞ്ഞു തരുന്നു, ഇത് രണ്ടും, ഈ മനസ്സും ഈ അറിവും അല്ല നീ ആത്മാവാണ്, ആനന്ദമാണ് എന്ന് പറഞ്ഞു തരുന്നു. ഈ അറിവ് വന്നാൽ, സ്വയം ഞാൻ ആത്മാ എന്ന അറിവ് വന്നാൽ, ഈ മനോമയവും വിജ്ഞാനമയ കോശവും നമുക്കൊരു അലങ്കാരം മാത്രമാണ്. നമുക്ക് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം, അവര് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കില്ല. നമുക്ക് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം. നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാം, ആനന്ദത്തിലിരിക്കാം, അവരെ കൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം. എങ്ങനെ? ഭഗവാൻ പരമശിവന്റെ കഴുത്തില് പാമ്പ് എങ്ങനെയാണോ അലങ്കാരമായിരിക്കുന്നേ, അതുപോലെ വിജ്ഞാനമയവും മനോമയവും നമുക്ക് അലങ്കാരമായി മാത്രം നമ്മുടെ അടുത്തുണ്ടാവും, നമ്മളെ ഉപദ്രവിക്കത്തില്ല. ഭഗവാൻ ശിവനെ പാമ്പ് കടിക്കുവോ? കഴുത്തിൽ കിടക്കുന്ന പാമ്പ് ഇല്ലല്ലോ. അതുപോലെ ഒരു അലങ്കാരമായിട്ട്, മാലയായിട്ടാണ് അവിടെ കിടക്കുന്നത്. അതുപോലെ ഈ മനോമയവും വിജ്ഞാനമയവും നമ്മുടെ കഴുത്തില് ഒരു മാലയായിട്ട്, ഈ ആത്മാവിന്റെ കഴുത്തിൽ മാലയായിട്ട് കിടക്കും. അപ്പോ അതിന് നമ്മൾ അതുപോലെ ആയി വരണം, പരമശിവനെ പോലെ ആവണം, സദാ മംഗളസ്വരൂപി ആയിരിക്കണം. അപ്പോ അടുത്ത ശ്ലോകത്തില് തദ്ഫലാനി എന്നുള്ള തൊട്ടുള്ള ഭാഗം അടുത്ത ശ്ലോകത്തിൽ വരികയാണ്. ഭുങ്ക്തേ വിചിത്രാസ്വപി യോനിഷു വ്രജൻ ആയാതി നിർയാത്യഥ ഊർധ്വമേഷഃ അസ്യൈവ വിജ്ഞാനമയസ്യ ജാഗ്രത് സ്വപ്നസ്യവസ്ഥാ സുഖദുഃഖഭോഗഃ. ഭുങ്ക്തേ വിചിത്രാസ്വപി യോനിഷു വ്രജൻ ആയാതി നിർയാത്യഥ ഊർധ്വമേഷഃ അസ്യൈവ വിജ്ഞാനമയസ്യ ജാഗ്രത് സ്വപ്നാദ്യവസ്ഥാ സുഖദുഃഖഭോഗഃ. എന്താ ഇവിടെ പറയുന്നേ? 55-ാമത്തെ ശ്ലോകം. ഭുങ്ക്തേ വിചിത്രാസ്വപി യോനിഷു വ്രജൻ ആയാതി നിർയാത്യഥ ഊർധ്വമേഷഃ അസ്യൈവ വിജ്ഞാനമയസ്യ ജാഗ്രത് സ്വപ്നാദ്യവസ്ഥാഃ സുഖദുഃഖ ഭോഗഃ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. സായിറാം. ഈ ശ്ലോകത്തില് വിജ്ഞാനമയ കോശമാണ് ജീവൻ,
അവൻ പല ജന്മങ്ങൾ എടുത്ത് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. ആരാണ് ജീവൻ? വിജ്ഞാനമയ കോശമാണ് ജീവൻ. ഇത് പറഞ്ഞു നേരത്തെ ചിതാഭാസന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളത് ഉൾക്കൊള്ളണം. കഴിഞ്ഞ ശ്ലോകത്തിലെ തദ്ഫലാനി എന്ന് പറഞ്ഞ ഫലങ്ങളെ ഭുങ്ക്തേ, അവിടെ നിന്നാണ് ഇത് കണക്ട് ചെയ്ത് വായിക്കണം. തദ്ഫലാനി ഭുങ്ക്തേ വിചിത്രാസ്വപിയോനിഷു, പാപപുണ്യ ഫലങ്ങളെ ഭുങ്ക്തേ അനുഭവിച്ചുകൊണ്ട്, വിചിത്രാസ്വപി വിചിത്രാഹസു അപി, പലവിധമായ യോനിഷു പല ശരീരങ്ങൾ, പല ശരീരങ്ങളെ എടുത്ത് പാപപുണ്യ ഫലങ്ങളെ അനുഭവിച്ചുകൊണ്ട് വ്രജൻ, പല പാപപുണ്യ ഫലങ്ങളെ അനുഭവിക്കാനായിട്ട് പലവിധ ശരീരങ്ങൾ എടുത്ത് അതിലേക്ക് പ്രവേശിച്ചിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയോ പ്രവേശിച്ചിട്ട് ആയതി അത് വിടുകയും ചെയ്യുന്നു, ആ ശരീരത്തെയും വിട്ടുപോകുന്നു, നിർയാതി പോകുന്നു എന്ന് പറയാം. വ്രജനായാതി നിർയാതി, ആയാതി നിർയാതി, പ്രവേശിക്കുന്നു, ആ ശരീരത്തെയും വിടുന്നു, പിന്നെയും വേറെ ശരീരത്തെ എടുത്ത് അതിനെയും വിടുന്നു. അങ്ങനെ അതിനെ ചിന്തിക്കാം. എന്താണ് സംഭവം? ഇപ്പോ നിസ്സാര കാര്യം തന്നെയുള്ളൂ, ശ്ലോകമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതുള്ളൂ. നമുക്ക് മനസ്സിലാക്കാനായിട്ട് പാപപുണ്യ ഫലങ്ങളെ അനുഭവിക്കാനായി ഈ ജീവൻ വേറെ വേറെ ശരീരങ്ങളെ പലതരം യോനികളിൽ, മനുഷ്യൻ വേണമെന്നൊന്നുമില്ല, അത് ആ പാപപുണ്യങ്ങളുടെ ഫലങ്ങൾ അനുസരിച്ച് എന്ന് പ്രത്യേകം പറയുന്നു. പാപപുണ്യങ്ങളുടെ ഫലം അനുസരിച്ച്, പൂർവജന്മ കർമ്മകൃതം ആയിട്ടുള്ള പാപപുണ്യങ്ങളുടെ ഫലം അനുസരിച്ച് പലതരം യോനികളിൽപ്പെട്ട ശരീരങ്ങളെ എടുത്ത് അതിനെ വീണ്ടും വിട്ട് വീണ്ടും എടുത്ത് വീണ്ടും വിട്ട് ഇങ്ങനെ ഈ സംസാര ചക്രത്തില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല ശരീരങ്ങൾ, പലവിധമായ പല ശരീരങ്ങൾ എടുത്തും വിട്ടും അങ്ങനെ താഴേക്കും മുകളിലേക്കും എന്നാ പറഞ്ഞ. അധഹ ഊർധ്വമേഷ നിർയാത്യധ ഊർധ്വമേഷ, താഴേക്കും മുകളിലേക്കും സഞ്ചരിക്കുന്നു. അതായത് എന്താ പറയാ, താഴെ മുകളിൽ എന്ന് പറഞ്ഞാൽ സ്വർഗവും നരകവും എന്ന് പറയാം. നരകത്തിലേക്കും പോകുന്നുണ്ട്, സ്വർഗത്തിലേക്കും പോകുന്നുണ്ട്. ജീവന്മാർ നരകത്തിലും പ്രവേശിക്കുന്നു, സ്വർഗത്തിലും പ്രവേശിക്കുന്നു. പാപം പുണ്യം മാത്രമാകുമ്പോൾ സ്വർഗത്തിലേക്കും, പാപം മാത്രമാകുമ്പോൾ നരകത്തിലേക്കും, പുണ്യകർമ്മങ്ങൾ ഏതാണ്ട് സന്തുലിതാവസ്ഥയിൽ വരുമ്പോ മനുഷ്യജന്മത്തിലേക്കും പോകുന്നു എന്നാണ് ശാസ്ത്രത്തിൽ പറയാറ്. ഏഷഹ, പിന്നെയോ അസ്യൈവ വിജ്ഞാനമയസ്യ ജാഗ്രത്. അപ്പൊ അവിടെ നിര്യാധ്യത ഊർധ്വമേഷ എന്ന് പറയും. ഏഷഹ, ഈ ജീവൻ എന്ന് വിജ്ഞാനമയ കോശത്തിന്റെ പ്രവൃത്തിയെ പറഞ്ഞു. ജീവനായിട്ടുള്ള വിജ്ഞാനമയ കോശത്തിന്റെ പ്രവൃത്തിയാണ് ഇപ്പൊ പറഞ്ഞത്. എന്ത്? ഭുങ്ക്തേ വിജിസ്വാസവിയോനിഷു വ്രജൻ ആയാതി നിര്യാത്യത ഊർധ്വമേഷ എന്ന് പറഞ്ഞു. ഇനിയോ പല ശരീരങ്ങളിൽ പ്രവേശിക്കുന്നത് ജീവനാണ്, ആത്മാ അല്ല. നമ്മൾ തെറ്റായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പറയും. ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ആത്മാക്ക് നിത്യശാന്തി കിട്ടേണ്ടതില്ല, നിത്യശാന്തി ആണ്. ആത്മാവെന്ന് പറഞ്ഞാൽ നിത്യശാന്ത സ്വരൂപമാണ്. അതിനി വേറെ ശാന്തി ലഭിക്കാനൊന്നുമില്ല, വേറെ സ്ഥലത്ത് പോയി ശാന്തി നേടാനൊന്നും ഇല്ല. പക്ഷെ എന്താ പറയാ, ഈ അജ്ഞാനം കൊണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അബദ്ധങ്ങൾ കാണിക്കുന്നു. ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ, അയാളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. അങ്ങനെയല്ല. അയാളുടെ ജീവൻ ഈ ജന്മത്തിലല്ലെങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും ആത്മതത്വത്തെ തിരിച്ചറിഞ്ഞ് സ്വയം ആത്മാ എന്ന് തിരിച്ചറിയട്ടെ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. അതാണ് പ്രാർത്ഥന. ഈ ശരീരം വിട്ടു, ഇപ്പോഴത്തെ കാര്യം നമുക്ക് അറിയാൻ മേല. അയാളുടെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടായിരുന്നോ, എന്തെങ്കിലും അയാളിപ്പോ എന്താ പറയാ ജ്ഞാനിയായിട്ടാണോ ഇരുന്നിരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഒരു സാധാരണ നിലയ്ക്ക് ഒരു ജ്ഞാനിയെ അറിയാനുള്ള അറിവുകളൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഊഹിക്കാം. അപ്പോ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. ഇനിയൊരു ജന്മത്തിലെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ദൈവവിശ്വാസവും ശാസ്ത്രവിദ്യാസവും വേദാന്തവും ഒക്കെ മനസ്സിലാക്കി
ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറാൻ ആകട്ടെ. അല്ലാതെ ആത്മാവിന് നിത്യശാന്തി ഒന്നുമില്ല, അങ്ങനെയൊന്നും നേരാൻ പറ്റത്തില്ല, സ്ഥിത്വം. അപ്പൊ പല ശരീരങ്ങളിൽ പ്രവേശിക്കുന്നത് ജീവനാണ്, ആത്മാ അല്ല. ആത്മാ സർവവ്യാപിയാണ്, എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്, ഇല്ലാത്ത സ്ഥലമില്ല. നമ്മൾ ആത്മാവാണ്. നമ്മൾ തിരിച്ചറിയാത്തത് ഈ പ്രതിഫലനം കൊണ്ടാണ്. മനസ്സ് ഈ ആത്മാവിന്റെ ചെറിയ വളരെ കണികയായിട്ടൊരംശത്തെ അറിവിനെ പ്രതിഫലിപ്പിക്കുമ്പോൾ നമ്മൾ ആ പ്രതിഫലനമായിട്ടുള്ള കഴിവിനെ ഞാൻ എന്ന് തെറ്റിദ്ധരിച്ച്, അതാണ് ആത്മാ എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ജീവൻ. ആ ചിതാഭാസനാണ് ജീവൻ. ചിതാഭാസൻ, അതാണ് ജീവൻ. ആ ജീവൻ എന്തുണ്ടാവും? ചിതാഭാസൻ അല്ലാത്തൊരവസ്ഥ വരുമ്പോ, അതായത് മനസ്സില്ലാണ്ടാവുക, അഹങ്കാരമില്ലാണ്ടാവുക, ഞാൻ എന്ന വിചാരം ഇല്ലാണ്ടാവുക, ആ ഒരവസ്ഥയിലേക്ക് വരുമ്പോ എൻ്റെ, ഞാൻ, എൻ്റേത് എന്നില്ലാണ്ടായ എന്തായി? സർവസ്ഥലത്തും വ്യാപിക്കുന്നതായി ആ സ്നേഹമായി. സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം. അതിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ സാധനാക്രമങ്ങളും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, പൂർണ്ണ സംതൃപ്തമായിരിക്കുന്ന അവസ്ഥയാണ് ആത്മാവസ്ഥ എന്ന് നേരത്തെ പഠിച്ചു. അതെങ്ങനെ പൂർണ്ണ സംതൃപ്തമാവുക? എല്ലാം ഒന്നാണെന്ന് കാണുമ്പോഴേ പൂർണ്ണ സംതൃപ്തി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചെറിയൊരു കാര്യം വേണം തോന്നിയാൽ പോയില്ലേ, അവിടെ സംതൃപ്തി ഇല്ല. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും വേണ്ട. ആത്മാ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്, എല്ലാത്തിന്റെയും അധിപനാണ്, എല്ലാം ആത്മാവാണ്, എല്ലാം ആത്മാവിൽ നിന്നുണ്ടായതാണ്, എല്ലാം തിരിച്ച് പറഞ്ഞതും ആത്മാവിലാണ്. അത് മനുഷ്യ ശരീരവുമായിട്ട് അല്ലെങ്കിൽ വേറെ ജീവശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിനെ ആത്മാ എന്ന് പറയുന്നു. ആത്മാ എന്നാലും പരമാത്മാ എന്നാലും ഒന്ന് തന്നെ. ഭഗവാൻ എത്രയോ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്, എത്രയെത്ര പ്രഭാഷണങ്ങളിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഒന്ന് തന്നെ, ഒന്ന് തന്നെ, ഞാനും നീയും ഒന്ന് തന്നെ, നീ അറിയുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിജ്ഞാനമയ കോശത്തിന്റെ പണിയാണ് നമ്മളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ 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 എന്നത് ഈ ദ്വൈതത്തെ ഉണ്ടാക്കുന്നത്. വിജ്ഞാനമയ കോശമാണ് ദ്വൈതത്തെ ഉണ്ടാക്കുന്നത്. ദ്വൈതമില്ലല്ലോ ഇവിടെ, അദ്വൈതമല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോ അയാളുടെ ജീവൻ പോയി എന്ന് പറയുന്നത് ശരിയാ, അത് ശരിയാ. അയാളുടെ ജീവൻ പോയി, കറക്റ്റാണത്, ആ യൂസേജ് കറക്റ്റാ. അയാളുടെ ആത്മാവ് അവിടെ നിന്ന് പോയി എന്ന് പറയുന്നത് തെറ്റാണ്. എന്തൊരു നല്ല ആത്മാവായിരുന്നു. ആത്മാവ് നല്ലതേ ഉള്ളൂ, അല്ലാതെ മോശം ആത്മാവില്ല. ആ ജീവൻ ഉള്ള കാലത്ത് നല്ല പ്രവൃത്തികൾ ചെയ്തിരുന്നു എന്ന് പറയാം, ഈ ജീവൻ മോശമായിരുന്നു എന്ന് പറയാം, പ്രവൃത്തികൾ മോശമായിരുന്നു എന്ന് പറയാം. ആത്മാവിനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, പറയാൻ പറ്റില്ല, പറയുന്നത് തെറ്റാ. ജീവൻ പോയി എന്ന് നമ്മൾ പറയാൻ പാടുള്ളൂ, അതാണ് ശരി. ആ ജീവൻ പോയി, ഈ ശരീരം വിട്ട് ആ ജീവൻ പോയി. പക്ഷെ നമ്മൾ പറയുമ്പോൾ ആത്മാ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാ? ഈ ജീവനെ തന്നെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി, പറഞ്ഞു അങ്ങനെ ആയിപ്പോയി. നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീവനെ തന്നെയാണ്, അല്ലാതെ സാക്ഷാൽ സച്ചിദാനന്ദ പരബ്രഹ്മ സ്വരൂപത്തെ അല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ല, നമ്മൾ ആത്മാ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ ആരെയാ? ഈ ജീവനെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് അജ്ഞാനം പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു സാധാ ജീവനെ ആത്മാ എന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നു നാം എല്ലാവരും. ഇതാണ് ശരിയായിട്ടുള്ള സന്ദേശം. അതാണ് അജ്ഞാനം. ഈ അജ്ഞാനം മാറാനാണ് വേദാന്തം പഠിക്കണമെന്ന് പറയാം. പൂജകളിൽ കൂടെയോ മറ്റുള്ള കർമ്മങ്ങളിൽ കൂടെയോ ഒന്നും ഇത് മാറില്ല. ഇതിന് ജ്ഞാനം തന്നെ വരണം, അറിവ് തന്നെ വരണം. ഞാൻ ആരെന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് രമണ മഹർഷി എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്, സ്വയം ആര് എന്നന്വേഷിക്കൂ, ഞാൻ ആര് എന്നന്വേഷിക്കൂ, ഞാൻ ആര്, ഞാൻ ആര്, ഞാൻ ആര് കണ്ടുപിടിക്കൂ. കണ്ടുപിടിക്കണമെങ്കിൽ ആരെ പിടിക്കണം? വേദാന്തത്തെ പിടിക്കണം. വേദാന്തത്തിൽ കൂടി മാത്രമേ അത് നടക്കുകയുള്ളൂ. വേദാന്തം വായിച്ച് പഠിച്ച് ശ്രവിച്ച് മനനം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ സത്യം തിരിച്ചറിയാൻ സാധിക്കും. അതിലുള്ളൊരു വഴിയിലല്ലേ നമ്മൾ പോകുന്നത്. നമുക്ക് നേരത്തെ മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? എത്രയോ കാര്യങ്ങൾ മനസ്സിലായി. ശരിയാണ്, പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് കാലമെടുക്കും, ആയിക്കോട്ടെ. എന്നാലും ഇങ്ങനെയൊക്കെ ആണ് സത്യം എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലെ? ജീവൻ എന്നതും ആത്മാ എന്നതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴല്ലേ നമുക്ക് ക്ലിയർ ആയിട്ട് ബോധ്യമാകുന്നേ.
വിജ്ഞാനമയ കോശം പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ എന്നുള്ള അഹങ്കാരം ഉണ്ടാകുന്നത്. അത് ചിദാഭാസനാണ്. അത് യഥാർത്ഥ ആത്മാവിന്റെ ഒരു ചെറിയ വളരെ കുഞ്ഞു പ്രതിഫലനം മാത്രമാണ്. അതിനെയാണ് ഇപ്പോൾ നമ്മൾ ഞാൻ 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 എന്ന് പറയുന്നേ എന്ന സത്യം ഇപ്പോൾ നമുക്ക് ബോധ്യമായല്ലോ. അപ്പോ നമ്മളിപ്പോ ജീവനായിട്ടാണ് നമ്മൾ സ്വയം കണക്കാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ജീവനല്ല, ഞാൻ സ്വയം ആത്മാവാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഇപ്പൊ നമ്മളെല്ലാം ജീവൻ എന്നുള്ള കണക്കൂട്ടിലായിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഉയരണം. അത് ഈ ജീവനോട് ഇരിക്കുമ്പോഴേ പറ്റുള്ളൂ. ഈ ജീവനിൽ ഇരുന്നു കൊണ്ടേ അത് പറ്റുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതാണ് മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത. ഈ ജീവൻ എന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിയണം. ഈ ചിദാഭാസനായി ഇരുന്നു കൊണ്ട് തന്നെ അത് തിരിച്ചറിയണം. ആ തിരിച്ചറിവ് ഉണ്ടാകണം. അതിനെന്താ ചെയ്യുക? മനസ്സിനെ അടക്കുക, ഇന്ദ്രിയങ്ങളെ സ്വന്തം കൺട്രോളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ചെയ്ത് വൈരാഗ്യം വന്ന് ഒന്നിനോടും പ്രത്യേക ആസക്തി ഇല്ലാതെ ഇരുന്ന് മനസ്സടങ്ങി ശാന്തമായി ഈ പ്രതിഫലനം ഇല്ലാതെ വരും. മനസ്സുണ്ടെങ്കിലേ പ്രതിഫലിക്കുള്ളൂല്ലോ. മനസ്സില്ലാതെ കണ്ടാകും. മനസ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൺട്രോളിലിരുന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന്. ഞാനൊന്നും ചിന്തിക്കുന്നില്ലെന്നേ. ഞാനൊന്നും ചിന്തിക്കുന്നില്ല. ആ ഒരവസരത്തില് അങ്ങനെ ഒരു അവസരം ഉണ്ടോ? ഉണ്ടല്ലോ. ഉറങ്ങുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ? ഡീപ് സ്ലീപ്പ്, സ്വപ്നത്തിലുണ്ട്. സ്വപ്നം കഴിഞ്ഞാലോ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. പക്ഷെ അവിടെ പറ്റണത് എന്താ? വീണ്ടും തിരിച്ചു ഉണരും. ഉണരുമ്പോ പണി കിട്ടും. അപ്പോ ബോധപൂർവം, അത് ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇതിപ്പോ അങ്ങനെയല്ല. ബോധപൂർവം മനസ്സിനെ നിയന്ത്രിച്ച് അടക്കി നിർത്തി വൃത്തികൾ എന്ന് പറയും. സംസ്കൃതത്തിൽ വൃത്തി, വേദാന്തത്തിൽ പറഞ്ഞ വൃത്തി എന്ന വാക്ക. വൃത്തിയില്ലാതെ, നമ്മുടെ വൃത്തിയല്ല, നമ്മൾ കേൾക്കുമ്പോഴത്തെ അതല്ല, ആ ചിന്താധാരകളില്ലാതെ അടക്കി നിർത്തിയാൽ അവിടെ നമ്മൾ ആത്മാ എന്ന് തിരിച്ചറിയും. ഉറപ്പാണ്. ഇപ്പൊ നമുക്ക് സാധിക്കാത്ത, നമുക്ക് അങ്ങനെ മനസ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ചെയ്യുന്ന ഒരു ദിവസം നമ്മൾ അറിയാതെ നമ്മൾ ആത്മാ ആനന്ദം അനുഭവിക്കും. വൺസ് അത് അനുഭവിച്ചാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് തിരിച്ചു പോരുകയും ഇല്ല. ശാസ്ത്രം പറയുന്നു, അനുഭവസ്ഥർ പറയുന്നു. എത്രയോ ഗുരുനാഥന്മാര് ഈ അനുഭവാവസ്ഥയെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ സാധാരണ മനുഷ്യരെ പോലെ നടക്കുന്നത് കാണാം, ചിരിക്കുന്നത് കാണാം, ഇരിക്കുന്നത് കാണാം, ഭക്ഷണം കഴിക്കുന്നത് കാണാം, എല്ലാം കാണാം. പക്ഷേ അവർ ആത്മാനുഭൂതിയിലാണ് ജീവിക്കുന്നത്. ഇപ്പോ ജീവൻ പോയി എന്ന്, പ്രാണൻ പോയി എന്ന് പറയാറില്ലേ പലരും? അവിടെ ആത്മാ എന്ന് പറയാറില്ല, പ്രാണൻ പോയി എന്നേ പറയാറുള്ളൂ അല്ലേ? പ്രാണൻ പോയി എന്ന് പറയും. അത് ശരിയാ, അവിടെ കറക്റ്റാ. പ്രാണൻ പോയിട്ടുണ്ട്. ആ ശരീരത്തിന് ആ പ്രാണൻ വിട്ടുപോകും, പ്രാണൻ പോയി, ഓക്കെ, അപ്പൊ അയാൾ ഡെഡ്. അതുപോലെ ജീവൻ പോയി എന്ന് പറയും. ശരി. ആത്മാ പോയി എന്ന് പറയുമ്പോൾ അവരെ പലരും ആ ആത്മായെ, ജീവനായിട്ടുള്ള ആത്മായെ ജീവൻ എന്നുള്ള രീതിയിൽ തന്നെ അവർ പറയുന്നത്. അല്ലാണ്ട് സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാ എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല. അവരങ്ങനെയല്ല പറയുന്നത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം. അസ്യേവ വിജ്ഞാനമയസ്യ, ഈ വിജ്ഞാനമയ കോശത്തിന് തന്നെയാണ് മൂന്നവസ്ഥകൾ വരുന്നത്. അതാണ് അടുത്തൊരു തിരിച്ചറിവ് നമുക്ക് വേണ്ടത്. അസ്യേവ വിജ്ഞാനമയസ്യ ജാഗ്രസ്വപ്നാദ്യവസ്ഥാഹ, ജാഗ്രത് സ്വപ്നം മുതലായ അവസ്ഥകൾ. ജാഗ്രത് സ്വപ്നം മുതലായ അവസ്ഥ എന്ന് പറയുന്നത് ജാഗ്രത് സ്വപ്ന സുഷുപ്തി. ആർക്കാണിത് ഉണ്ടാകുന്നത്? വിജ്ഞാനമയ കോശത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ശരീരം കിടന്നുറങ്ങും, അത് വേറെ കാര്യം. അപ്പോൾ ശരീരം ഉറങ്ങാൻ കാരണം, ശരീരം അനങ്ങാതിരിക്കാൻ കാരണം വിജ്ഞാനമയ കോശം അവിടെ ജാഗ്രത സ്വപ്നം സുഷുപ്തികൾ എന്നുള്ള അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോൾ, ജാഗ്രതയായിട്ടിരിക്കുമ്പോൾ ശരീരം പ്രവർത്തിക്കും. സ്വപ്നാവസ്ഥയിൽ ശരീരം പ്രവർത്തിക്കില്ല, സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കും, സ്ഥൂല ശരീരം പ്രവർത്തിക്കത്തില്ല. സുഷുപ്തിയില് സൂക്ഷ്മ ശരീരവും അടങ്ങും, സ്ഥൂല ശരീരവും അടങ്ങും. കാരണ ശരീരത്തിൽ പോയി ലയിക്കുന്നു. കാരണ ശരീരത്തിലാണ് അപ്പൊ ഇരിക്കുന്നത്. സുഷുപ്തി അവസ്ഥയില് കാരണ ശരീരത്തിലാണ്. അതും വിട്ടിട്ടുള്ള അവസ്ഥയല്ല, ഈ മൂന്നവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് മൂന്നുമല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മാ എന്നുള്ള തിരിച്ചറിവാണ്. ഇപ്പോൾ ജാഗ്രത് സ്വപ്നാദി അവസ്ഥ, ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾ ജീവന്റേതാണ്. ആരുടേതാണ്? ആത്മാവിന്റെ അല്ല. ആത്മാക്ക് അങ്ങനെ മൂന്നവസ്ഥകളൊന്നുമില്ല. അവസ്ഥയ്ക്ക് അതീതമാണ്.
അവസ്ഥയ്ക്ക് അപ്പുറമാണ്. ഒരവസ്ഥകളും അവിടെ ബാധിക്കില്ല. സർവസ്ഥലത്തും സർവസമയത്തും ഉള്ളതാണ് ആത്മ. അവിടെ അവസ്ഥകളേ ഇല്ല. അവസ്ഥകളുള്ളത് ജീവനാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളുള്ളത് ജീവനാണ്. അവസ്ഥകൾ ജീവന്റേതാണ്, ആത്മാവിൻ്റെതല്ല. അപ്പോ സുഖദുഃഖങ്ങളും ആരുടെയാണ്? ജീവന്റെയാണ്. സുഖം അനുഭവിക്കുന്നത് ജീവൻ, ദുഃഖം അനുഭവിക്കുന്ന ജീവൻ. ആത്മാ അല്ല, വിജ്ഞാനമയമാണ് അനുഭവിക്കുന്നത്. ഇത്രയുമാണ് വിജ്ഞാനമയ കോശ ലക്ഷണം. ഇത്രയും കാര്യങ്ങളാണ് വിജ്ഞാനമയ കോശത്തിന്റെ ലക്ഷണം. വളരെ നന്നായിട്ട് ശങ്കരാചാര്യ സ്വാമി പറഞ്ഞു. 3 ശ്ലോകങ്ങളിൽ കൂടി, 3-4 ശ്ലോകങ്ങളിൽ കൂടി ഇപ്പൊ ഗംഭീരമായിട്ട് ഇത് പറഞ്ഞു തന്നു. ഇതിൽ കൂടുതൽ ഇനി മനസ്സിലാക്കാൻ പറ്റില്ല. വീണ്ടും വീണ്ടും ഇത് കേൾക്കണം. എല്ലാ ശ്ലോകങ്ങളും, വിജ്ഞാനമയ കോശത്തിന്റെ ശ്ലോകങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണം. കേട്ട് നന്നായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോ വിജ്ഞാനമയ കോശം കർത്തൃരൂപം, ഓരോ പ്രവൃത്തികൾ ചെയ്യിക്കുന്നു, കർത്തൃരൂപമാണ്. മനോമയ കോശം കാരണരൂപമാണ്. എന്താ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. വിജ്ഞാനമായി ഇന്നത് ചെയ്യൂ എന്ന് പറയും. അപ്പൊ കർത്തൃരൂപം, മറ്റത് കാരണരൂപം. പ്രാണ അന്നമയ കോശങ്ങളോ കാര്യരൂപം എന്ന് പറയാം. അവരാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരെ കാര്യരൂപം എന്ന് പറയാം. ഇങ്ങനെ 3 രൂപത്തിൽ പറയാറുണ്ട്. പ്രാണ അന്നമയ കോശങ്ങളെ കാര്യരൂപമെന്നും, മനോമയ കോശത്തെ കരണരൂപമെന്നും, വിജ്ഞാനമയ കോശത്തെ കർത്തൃരൂപമെന്ന്. കാരണമല്ല, കരണരൂപം. കാര്യകരണ കർത്തൃരൂപങ്ങൾ പ്രാണ അന്നമയ മനോമയ വിജ്ഞാനമയ കോശങ്ങൾ. അടുത്ത ശ്ലോകത്തില് വിജ്ഞാനമയ കോശം ആത്മാ അല്ല എന്ന് കാരണസഹിതം നമ്മളെ മനസ്സിലാക്കാൻ പോവാണ്. ഇത്രയും നമ്മൾ വിജ്ഞാനമയ കോശത്തെ ലക്ഷണമൊക്കെ പഠിച്ചു. ജീവൻ എന്നുള്ള സംഭവമാണ് ഇദ്ദേഹമാണ് നമ്മളെ കൊണ്ടുനടക്കുന്നത്. അനാദികാലം മുതലേ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ജീവനാണ് ധരിച്ചിരിക്കുകയാണ്. യഥാർത്ഥ ആത്മാവാണ് ഞാൻ, പക്ഷെ ഞാൻ അറിയുന്നില്ല. അജ്ഞാനം കൊണ്ട്, അഹങ്കാരം കൊണ്ട്, അറിവ് കൊണ്ട്, ഈ അറിവ് കൊണ്ട് ഞാൻ അഹമഹമഹം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇതിൽ നിന്നൊക്കെ മാറണം. ഞാനിത് ചിദാഭാസൻ മാത്രമാണ്. ചെറിയൊരു പ്രതിഫലനം കൊണ്ട് കിട്ടിയ അറിവ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ആത്മാവിന്റെ ചെറിയൊരു അംശം അറിവ് മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പൊ യഥാർത്ഥ ഞാൻ ആത്മാവാണ്, ഞാൻ ഈ പ്രതിഫലനമല്ല. അപ്പൊ എവിടെയാണ് പ്രതിഫലിക്കുന്നത്? മനസ്സാണ് പ്രതിഫലിപ്പിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? മനസ്സിനെ അടക്കി ഒതുക്കി നിർത്തി ഇല്ലാത്ത രീതിയിൽ സുഷുപ്തിയിൽ പോകുന്ന പോലെ ജാഗ്രതയിൽ ഇരുന്നു കൊണ്ട് തന്നെ മനസ്സിനെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവന്ന് ആ യഥാർത്ഥ ആത്മാനന്ദം അനുഭവിക്കാൻ ഉള്ള ശ്രമങ്ങൾ സാധനങ്ങളിൽ കൂടി ചെയ്ത് നമ്മൾ മുന്നേറണം. അത്രയാണ് വെങ്കടാചലസ്വാമി ഇതുവരെ പറഞ്ഞ്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. വളരെ കട്ടിയായിട്ടുള്ള ഭാഗങ്ങളാണ്, വളരെ വളരെ കട്ടിയായിട്ടുള്ള ഭാഗങ്ങളാണ്. ഈ ജന്മത്തിൽ ഇതൊന്ന് കേൾക്കാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യം. ആ ഒരു ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് നടക്കുന്നത്. അത്രയും വരെ എന്താ പറയാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് വായിക്കാൻ, ഇത് മനസ്സിലാക്കാനും. എത്രത്തോളം പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഉള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് പൂർവ്വജന്മ പുണ്യഫലങ്ങൾ അനുസരിച്ചൊക്കെ അല്ലേ വരിക. അപ്പൊ നമുക്ക് നോക്കാം. ഏതായാലും ഇത്രയും വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു വിജയമാണ് ജീവിതത്തിൽ. ഭഗവാൻ മുന്നോട്ട് കൈ പിടിച്ചു കൊണ്ടുപോട്ടെ. നമ്മുടെ കൈ നമ്മൾ വിടാതിരിക്കുക. ഭഗവാൻ വിടത്തില്ല, നമ്മൾ കൈ വിട്ട് അഴഞ്ഞു പോയി കൈ വിട്ടു പോകാതിരിക്കണം. ഭഗവാന്റെ ആ കൂടെ തന്നെ പോകാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കൈ ഭഗവാൻ പിടിക്കട്ടെ. അപ്പൊ പിന്നെ വിടില്ലല്ലോ. നമ്മൾ പിടിക്കാൻ നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്നത്. ഭഗവാൻ നമ്മുടെ കൈ പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. സായിരാം. സായിറാം സാർ.